രാവിലെ തന്നെ നല്ല കിടിലൻ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഞാൻ ഇന്ന് എഴുന്നേറ്റ് വന്നത്. വേറൊന്നുമല്ല, ഞാൻ വരച്ചൊരു പെയിൻറ്റിങ് ഒരു 1,00,000 റുപ്പീസിന് സെയിലാവുന്നതായിരുന്നു ഞാൻ കണ്ട സ്വപ്നം. ഈ അലാമടി കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് വെറും സ്വപ്നം മാത്രമാണെന്ന്. പക്ഷേ ഇനി എങ്ങാനും യാഥാർത്ഥ്യം ആയാലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഇന്നും രാവിലെ വരയ്ക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഗൈസ്. അല്ല, അതിപ്പോൾ സ്വപ്നം കണ്ടില്ലെങ്കിലും നമുക്ക് വരയ്ക്കൽ തന്നെയാണ് പണി. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഉറക്കത്തിൻ്റെ കിക്കുണ്ടായിരുന്നു. അതൊന്നും മാറാനായിട്ട് ജനലിൻ്റെ അടുക്കൽ പോയി കുറച്ച് നേരം ഇങ്ങനെ നിന്ന്. പിന്നെയുള്ള നമ്മുടെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് ഇന്ന് എന്ത് ടോപ്പിക്ക് വരയ്ക്കും എന്നുള്ളതാണ്. അതാണ് ഇനി കണ്ടെത്തേണ്ടത്. എന്തായാലും നമുക്ക് ഈ ചായ കുടിച്ചു കഴിഞ്ഞിട്ട് ടോപ്പിക്ക് ആലോചിക്കാം. ഇതാണ് എൻ്റെ പുതിയ മഗ്, ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ നമ്മുടെ വരയ്ക്കാനായിട്ടുള്ള ഐറ്റം കണ്ടെത്തി. നമ്മൾ വാട്ടർ കളറിലാണ് ചെയ്യുന്നത്. നമ്മൾ കുറേ നാളായിട്ട് വാട്ടർ കളർ യൂസ് ചെയ്യാറില്ല. വാട്ടർ കളർ എന്നല്ല, നമ്മുടെ മറ്റേ ഓയിൽ പേസ്റ്റിൽ കിട്ടിയാൽ പിന്നെ ഞാൻ വേറൊരു വീഡിയോ അധികം യൂസ് ചെയ്യാറില്ല. ഞാനിവിടെ ക്യാൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ 300 GSMൻ്റെ വാട്ടർ കളർ പേപ്പറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതൊരു A3 സൈസ് പേപ്പറാണ്. നമ്മൾ ലാസ്റ്റ് ടൈം ക്രാഫ്റ്റ് സ്റ്റേഷനിൽ പോയില്ലേ, അപ്പോൾ വാങ്ങിയതാണ്. 5 ഷീറ്റിന് ഒരു 200 റുപ്പീസാണ് ഇതിന് റേറ്റ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു പേപ്പറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. ഈ വാട്ടർ കളർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ഒരു മീഡിയമാണ്. നേരെ മറിച്ച് നമുക്കിത് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തലയ്ക്ക് വട്ട് പിടിച്ചു പോകും. അതുപോലത്തെ ഒരു സാധനമാണ് വാട്ടർ കളർ. ശരിക്കും പറഞ്ഞാൽ ഞാനും വാട്ടർ കളറും തമ്മിൽ ബന്ധമൊന്നുമില്ല. കാരണം എനിക്ക് വലിയ പരിചയമില്ല വാട്ടർ കളർ ചെയ്യാനായിട്ട്. ലാസ്റ്റ് ടൈം നമ്മൾ നിഹാരികേനെ വരച്ചില്ലേ, ആ സമയത്ത് യൂസ് ചെയ്തതാണ്. അതിൻ്റെ അവശേഷിപ്പുകളൊക്കെ ഇപ്പോഴും ഇവിടെ കാണാം. നമുക്കിതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. അപ്പോൾ ഞാനിന്ന് വരയ്ക്കാൻ പോകുന്നത് ഒരു ലോട്ടസിൻ്റെ പെയിൻറ്റിംഗ് ആണ് കേട്ടോ. ലോട്ടസ് വരയ്ക്കാൻ വലിയ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാൻ എടുത്ത റെഫറൻസ് പിക്കിൽ ലോട്ടസിനെക്കാട്ടിലും കൂടുതലുള്ളത് അതിൻ്റെ ഇലകളാണ്. പിന്നെ നമ്മൾ കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പേപ്പറിൽ എക്സസ് ആയിട്ട് വരുന്ന വാട്ടർ നമുക്ക് അബ്സോർബ് ചെയ്തെടുക്കാനും അതുപോലെ തന്നെ ബ്രഷ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട്, ആ വാട്ടർ കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ എപ്പോഴും നമുക്ക് ഈ ടിഷ്യൂ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ബ്രഷസ് കേട്ടോ. ശരിക്കും വാട്ടർ കളറിൻ്റെ ബ്രഷസ് ഇതല്ല, അത് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. നമുക്ക് എന്തായാലും ഇത് വെച്ചിട്ട് തുടങ്ങാം. ശരിക്കും പറഞ്ഞാൽ പലരുടെയും വാട്ടർ കളർ പെയിൻറ്റിങ് ഇങ്ങനെ ഫ്ലോപ്പായി പോകാനായിട്ടുള്ള മെയിൻ റീസൺ എന്താണെന്നറിയോ? അവർ ചൂസ് ചെയ്യുന്ന പേപ്പർ തന്നെയാണ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന പേപ്പർ നല്ല GSM കൂടിയ നല്ല ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള പേപ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഈ ഒരു പരിപാടി ചെയ്യാൻ പറ്റും. പക്ഷേ എന്നാലും ഈ സംഭവം അത്യാവശ്യം പാടാണ്. നമ്മൾ മറ്റുള്ള മീഡിയംസ് ചെയ്യുന്ന പോലെ ഈസി ആയിട്ട് നമുക്ക് വാട്ടർ കളർ ചെയ്യാൻ പറ്റില്ല. കുരുത്തം കെട്ടതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ഒഴുകി നടക്കും. അപ്പോൾ അതിനൊന്ന് ബാലൻസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഞാനിത് ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്ക് നന്നായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ എന്നാലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഈ ഒരു വർക്കിനകത്ത് ഞാൻ കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പെയിൻറ്റിങ്ങിനകത്ത് ആകെ ഒരൊറ്റ ഫ്ലവറുള്ളൂ കേട്ടോ. ബാക്കിയുള്ളത് പിന്നെ ഒരു 2-3 ലീവ്സ് ഉണ്ട്, പിന്നെ ഒരു മൊട്ടുണ്ട്. ഇത്രയും ഐറ്റംസാണ് ഉള്ളത്. അതിൽ ഈ ലീഫാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സംഭവം. കാരണം അതിനകത്തൊരു 10,000 കണക്കിന് പച്ചയുണ്ട് ഗൈസ്. ഒരു ഗ്രീൻ ആണെങ്കിൽ കുഴപ്പമില്ല, ഇതൊരു 3-4 ടൈപ്പ് ഗ്രീൻ ആഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത്രയും കളേഴ്സ് വരുമ്പോഴാണ് അതിന് ആ ഒരു ഭംഗി വരുന്നത്. ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ടൈം ലാപ്സ് ആഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഈ 2-3 ദിവസം കൊണ്ട് വരയ്ക്കുന്ന സാധനം എങ്ങനെയാണ് 2-3 മിനിറ്റിൽ ഇങ്ങനെ ഇത്രയും കട്ട് ചെയ്ത് കളയുക? അതുകൊണ്ടാണ് കേട്ടോ ടൈം ലാപ്സ് ആക്കണേ. നിങ്ങൾക്ക് ബോറടിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ ഞാൻ പറയില്ല, സ്കിപ്പ് ചെയ്യരുത്. പിന്നെ നമ്മുടെ പുതിയ ഗീവ് അവേയുടെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ പോയി കാണുക. അതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്താൽ ഫ്രീ ആയിട്ടൊരു ഡ്രോയിങ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഏകദേശം ടയേർഡായി തുടങ്ങിയിട്ടുണ്ട്. ഈവനിങ് ആയി. രാവിലെ തൊട്ട് ഒരേ ഇരിപ്പാണ്, കുളിച്ചിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ബാക്കിയുള്ള പരിപാടിയൊക്കെ നോക്കാം. എന്തായാലും ഇന്ന് തന്നെ വരച്ച് ഫിനിഷ് ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, ആസ് സൂൺ ആസ് പോസിബിൾ നമുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു മൈൻഡ്. അപ്പോൾ കുളിയും കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് ഞാൻ വരയ്ക്കാനായിട്ട് ഇരുന്നു കേട്ടോ. പക്ഷേ ഇത് ഇന്ന് തീർക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഈ ലീഫ് വരയ്ക്കാൻ, ആ ഒറ്റ ലീഫ് വരയ്ക്കാനാണ് ഞാൻ ഈ രാത്രി മുഴുവനും എടുത്തത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സമയം എടുത്തത്. ഇപ്പോൾ ഓൾമോസ്റ്റ് രാത്രിയായി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ബാക്കി 2 ലീഫുണ്ട്. ആ 2 ലീഫും പിന്നെ ഈ ഫ്ലവറും ഒക്കെ വരച്ച് വരാൻ നേരത്തേക്കും ഇന്ന് തീരുമോ? തീരാൻ സാധ്യതയില്ല. ഏകദേശം ഈ ഒരു ഏരിയയ്ക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവസാനിപ്പിക്കാം എന്നുള്ളൊരു മൈൻഡാണ്. ഇനിയിപ്പോൾ ബാക്കി നാളെ ചെയ്യാം എന്നുള്ളൊരു മൈൻഡിലാണ്. ഈ ഒരു ലീഫും കൂടി തീർത്തിട്ട് ബാക്കി നാളെ. അപ്പോൾ നമ്മുടെ ലോട്ടസ് പെയിൻറ്റിങ്ങിൻ്റെ 2ാമത്തെ ഡേ ആണിന്ന്. നമ്മൾ അധികം വെള്ളം യൂസ് ചെയ്യുന്നത് കാരണം ഈ പേപ്പർ ഒരുമാതിരി ചുളുങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിൻ്റെ 4 സൈഡിലും മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇത് ഡാമേജ് ആകുമോ എന്നറിയില്ല. സാധാരണ ഈ മാസ്കിംഗ് ടേപ്പ് എനിക്ക് എപ്പോഴും പണി തരാറുണ്ട്.
അപ്പോൾ നമ്മുടെ ലോട്ടസ് എന്തായാലും ഞാൻ കളർ ചെയ്ത് തുടങ്ങി കേട്ടോ. ഇത് മറ്റേ ലീഫ് ചെയ്ത് അത്രയും ബുദ്ധിമുട്ട് എന്തായാലും ഇല്ല. കാരണം ഓവറോൾ നമ്മളൊരു വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് കളർ ആഡ് ചെയ്താൽ മതി. ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ഒരു പിങ്കും ലാവൻഡറും ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ്. ശരിക്കും നമ്മുടെ കയ്യിൽ ആ ഒരു ഷെയ്ഡ് ഉണ്ടായിരുന്നില്ല, നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. ഒരു റെഡും വൈറ്റും പിന്നെ കുറച്ച് ബ്ലൂവും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു ഷെയ്ഡ് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് നമ്മുടെ ലോട്ടസ് ഇവിടെ കഴിയാറായിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു ജെൽ പെൻ എടുത്തിട്ട് അതിനൊരു ഔട്ട്ലൈനും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. കാരണം ഇത് ഒരു ഫിനിഷിങ് ഫീൽ ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് വേണമെങ്കിൽ ഇതിന് ഫാബർ കാസ്റ്റലിൻ്റെ തന്നെ ജെൽ പെൻസ് ഉണ്ട്, ഈ വാട്ടർ കളറിന് വേണ്ടിയിട്ടുള്ള ജെൽ പെൻസ് ഉണ്ട്. അത് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാനിവിടെ നമ്മൾ നോർമലി റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പെന്നാണ് എടുത്തത്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പരിപാടിയും കൂടി ഉള്ളൂ. ഏകദേശം ഒരു 2 ലീഫും കൂടിയൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപാടി ഓക്കെ ആവും. ഇതുവരെ വരച്ചത് വെച്ച് നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഇടയ്ക്കിടയ്ക്ക് ഞാനിത് ചോദിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ ലീഫ് നമ്മൾ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പഴയ പെയിൻറ്റിങ്ങിൻ്റെയൊക്കെ ഒരു കളറില്ലേ, ആ ഒരു കളറാണ് ഇതിന് ശരിക്കും വന്നിരിക്കുന്നത്. അതായത് കുറച്ചൊരു ഡാർക്ക്നെസ് കയറി വരുമ്പം നമുക്കൊരു ഓൾഡ് പെയിൻറ്റിങ്ങിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ലാസ്റ്റത്തെ ലൈന് വിട്ടിട്ട് ഞാൻ പരിപാടി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം കേട്ടോ. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പരിഗണിക്കണേ. കാരണം നമ്മുടെ ഒരു കുഞ്ഞു ചാനലാണ്, നമ്മൾ ഒരുപാട് എഫേർട്ട് ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കൂടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.